ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മാർച്ച് മാസം 29 അതായത് മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 15 ശനിഗ്രഹം മീനം രാശിയിലേക്ക് വരുന്നു. മീനം രാശിയിൽ 2.5 വർഷമാണ് ശനിഗ്രഹം നിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ സമയത്ത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ധനു രാശിക്കാർക്ക് 2.5 വർഷത്തേന് കണ്ടകശനി ആരംഭിക്കുക. കണ്ടകശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയമാണ്. എന്തൊക്കെ ദോഷം വരിക എന്ന് പറയാൻ പറ്റുകയില്ല. ഒരു പരിധി വരെ ശരിയുമാണ്. ഏതെങ്കിലും തരത്തിൽ ചീത്തവാക്കുകൾ കേൾക്കുന്നതിനോ, ഞുണ്ടി നടക്കുന്നതിനോ, തെണ്ടി നടക്കുന്നതിനോ, എത്ര പൈസയുള്ളവരായാലും ലോൺ എടുക്കാനെങ്കിലും പോകും, വായ്പ വാങ്ങിക്കുക. ബ്ലേഡ് വാങ്ങിച്ചില്ലെങ്കിലും ലോൺ എടുക്കാനോ പണയം വെക്കാനോ പോകാത്തവരാരും തന്നെ കാണുകയില്ല. അങ്ങനെ സാമ്പത്തിക ഞെരുക്കം വരിക, ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളിലോ ഒക്കെ പെടുക, ഞുണ്ടി നടക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരിക. ഇന്നലെ വരെ ബഹുമാനിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ചീത്ത പറഞ്ഞു എന്ന് വരാം. എന്നിരുന്നാലും കണ്ടകശനിയെ അങ്ങനെ മോശമായിട്ട് കണക്കാക്കാനും പറ്റുകയില്ല. ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ ദോഷങ്ങളുടെ ഇടയിൽ അധ്വാനശീലമുള്ള ആൾക്കാർ, അതായത് അധ്വാനത്തിൻ്റെയും അധിക പ്രയത്നത്തിൻ്റെയും ഒക്കെ ഗ്രഹമാണ്, സേവനത്തിൻ്റെയും ഗ്രഹമാണ്, സ്നേഹത്തിൻ്റെ ഗ്രഹമാണ്. അതുകൊണ്ട് കടത്തിലൂടെയായാലും മറ്റുള്ളവരുടെ സഹായത്താലായാലും ഏതെങ്കിലും തരത്തിൽ പല പല ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്നതും ഈ കണ്ടകശനിയിലാണ്. അത് കണ്ടകശനി വന്ന് അനുഭവിച്ച് പോയ ആൾക്കാരോട് ചോദിച്ചാൽ അത് മനസ്സിലാവും. അതായത് കണ്ടകശനിയിലാണ് ചിലപ്പോൾ മക്കളുടെ വിവാഹം നടക്കുക, അല്ലെങ്കിൽ അവരവരുടെ തന്നെ വിവാഹം നടക്കുക. അതുമല്ല എങ്കിൽ ഒരു ഗൃഹം വാങ്ങുന്നതിനോ ഗൃഹം പണിയുന്നതോ ഒക്കെ കണ്ടകശനിയിലാണ്. കണ്ടകശനിയിൽ കാട് കയറുമെന്നും ഉള്ള ഗൃഹം പൊളിച്ച് ഒരു ചെറിയ ഷെഡ് കെട്ടി ഒരു മൂലക്കൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ കൊള്ളുകയില്ലാത്ത ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ വാടകയ്ക്കോ ഒക്കെ മാറുക. അങ്ങനെയൊക്കെ ഈ കണ്ടകശനിയിൽ വന്നിട്ട് അവിടെ ഒരു നല്ല ഗൃഹം പണിത് കണ്ടകശനിയൊക്കെ തീരാറാകുമ്പോഴത്തേന് ബുദ്ധിമുട്ടുകൾ, മാനപ്രയാസവും സാമ്പത്തിക ഞെരുക്കങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ പല ആൾക്കാരിൽ നിന്നും പല തിക്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടായാലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സാധിക്കുകയുള്ളൂ. നല്ലത് എന്ന് വിചാരിച്ച് ഇടപെടുന്ന ആൾക്കാർ മോശമായ ഇടപെടലുമായി വരും ഈ കണ്ടകശനിക്കാലത്ത്. അങ്ങനെ ഗൃഹം നിർമ്മിക്കുക, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുക. വാഹനം വാങ്ങി വാഹനം മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. വാഹനങ്ങൾക്ക് റിപ്പയറിംഗ് പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുക, അല്ലെങ്കിൽ വാഹനം ഏതെങ്കിലും തരത്തിൽ നിയമപ്രശ്നത്തിലൊക്കെ പെട്ടുപോകുക. ഒരു പേപ്പർ ഇല്ലായിരുന്നു, പോലീസ് പിടിച്ചു, അങ്ങനെ കേസുകൾ ഉണ്ടാകുക. അങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ ഒരു പരീക്ഷ ഒക്കെ പാസ്സായി ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു PSC നിയമനം വരിക, ഗവൺമെൻറ് ജോലി, തത്തുല്യ പദവിയോടുകൂടിയ ജോലി, അല്ലെങ്കിൽ ഒരു വിദേശയാത്ര ഉണ്ടാകുക. വിദേശയാത്ര ഉണ്ടാകുമ്പോൾ വളരെയധികം എല്ലാവരും വിദേശത്ത് പോകുമ്പോൾ സുഖം അനുഭവിക്കുന്നവരല്ല. കുടുംബത്തൊക്കെ സന്തോഷകരമായിട്ട് ഉള്ളത് കൊണ്ട് ജീവിച്ചുകൊണ്ട് വന്നിരുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് നല്ല ഒരു ജോലി കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി വിദേശത്ത് പോയിട്ട് അവിടെ പോയി ഒറ്റപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒറ്റമുറിയിലൊക്കെ താമസിച്ച് തന്നെത്താനെ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം പാചകം ചെയ്യുക, കഴിക്കുക തന്നെയല്ല, ഭക്ഷണം പാചകം ചെയ്യുന്നതും ഒക്കെ തന്നെത്താൻ ചെയ്യുക, ഡ്രസ്സ് കഴുകുക, ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ പല കഷ്ടതകളും ഇങ്ങനെ കണ്ടകശനിയിലൊക്കെ അനുഭവിച്ചാൽ
അപ്പോഴായിരിക്കാം നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടിയ ഒരു ജോലി തരപ്പെടുന്നു. കുടുംബത്തും അവരവർക്ക് തന്നെയും ഉന്നതമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരത്തക്ക രീതിയിൽ, ഉത്തമ ഗൃഹം വന്നു ചേരത്തക്ക രീതിയിൽ, ഉത്തമമായ ഒരു വിവാഹം വന്നു ചേരത്തക്ക രീതിയിൽ, ഉത്തമ കുടുംബജീവിതം വന്നു ചേരത്തക്ക രീതിയിൽ നല്ല ജോലികൾ കിട്ടും. അത് ഒരു ടേണിംഗ് പോയിന്റ് ആണ് ചില കണ്ടകശനി. അങ്ങനെ അനുഭവിച്ച നിരവധി ആൾക്കാരെ എനിക്കറിയാം. കണ്ടകശനി ദുഃഖം ഒക്കെ തരും, അത് ഇല്ലെന്നൊന്നും പറയാൻ പറ്റുക. അങ്ങനെയുള്ള ദുഃഖങ്ങൾ വരുമ്പോഴും ചില വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്താൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ വരും. ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ ചോദിച്ചാൽ അവർ മനസ്സിലാകും, ഇനി അനുഭവിക്കാനൊന്നുമില്ല. ക്ഷേത്രത്തിൽ പോകുന്നവർക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. എന്നാലും ആ ഉപാസിക്കുന്ന ഈശ്വരൻ, ദേവിയാണെങ്കിലും ദേവനായാലും, അത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും. അതിന് സംശയമൊന്നും. ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ സാധിച്ചു വരും. അങ്ങനെ നിരവധി കടമ്പകൾ കടന്നാണ് വരുന്നത്. ധനുരാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 4-ാം ഭാവത്തിലാണ് കണ്ടകശനി ഇപ്പോൾ ആരംഭിക്കുന്നത്, 2.5 വർഷത്തെ. അത് കണ്ടകം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നാണ്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ ധനുരാശിക്കാരാണല്ലോ ഈ ഉത്രാടത്തിന്റെ മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ 4, 7, 10 ഭാവങ്ങളെയാണ് കണ്ടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ. 4-ാം ഭാവമായ സുഖസ്ഥാനത്താണ് വന്നിത്. അപ്പൊ പലവിധ സുഖങ്ങളും ഒക്കെ ചിലപ്പം നഷ്ടപ്പെട്ടു എന്ന് വരാം. ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും മാതാപിതാക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ ഒക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. കടങ്ങളൊക്കെ വീടുന്നതിന് യോഗമുണ്ട്. തൊഴിൽപരമായ മന്ദത ഉണ്ടാകാം. തൊഴിൽ ഭാവത്തിലേക്ക് കണ്ടകശനി പൂർണ്ണ ദൃഷ്ടി ചെയ്യും. സുഖസ്ഥാനത്ത് മീനം രാശിയിൽ നിന്നുകൊണ്ട് പൂർണ്ണ ദൃഷ്ടി ധനുരാശിക്കാരുടെ തൊഴിൽ സ്ഥാനമായ കന്നിരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാം. സപ്തമ ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയാണ്. അതുപോലെയാണ് ആരോഗ്യ, ദേഹസ്യ സൗഷ്ഠവം, സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയസ്, യശസ്, സുഖം. ശ്രേയസ്സിനും യശസ്സിനും ഒക്കെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിലും ശനിദേവനെ പ്രാർത്ഥിക്കുന്നവർക്കും ശനീശ്വരനെ ധ്യാനിക്കുന്നവർക്കും ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നവർക്കും ശനിയാഴ്ച വ്രതമെടുക്കുന്നവർക്കും ശബരിമല ദർശനം ചെയ്യുന്നവർക്കും ഒക്കെ ശനി ദോഷങ്ങൾ മാറും. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ശബരിമലയ്ക്ക് പോകാനൊന്നും പറ്റുകയില്ല. ശബരിമലയ്ക്ക് പോകുന്നവരുടെ കയ്യിൽ ഒരു നെയ്ത്തേങ്ങയൊക്കെ വ്രതാനുഷ്ഠാനങ്ങളോടെ കൊടുത്തു വിട്ടാൽ അതിനൊക്കെ ഒരു ശമനം വരും. അതുപോലെ തന്നെയാണ് ഗണപതി ഭഗവാനെ ഭജിക്കുന്നതും ഗണപതി ഹോമം വഴിപാട് ചെയ്യുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഒക്കെ ഈ ശനിദോഷം ഇല്ലാതെയാണ്. പ്രധാനമായിട്ട് വളരെ ഉത്സാഹത്തോടുകൂടി അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കണ്ടകശനിയുടെ ഏറ്റവും പ്രധാന കാര്യം. അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക. സാഹസികമായി വാഹനം കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കുക. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ദൈനംദിനം ഏർപ്പെടുന്ന കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവരെ ഒക്കെ അതീവ ജാഗ്രത വേണ്ട എന്നല്ല എന്നും, എങ്കിലും കൂടുതൽ ഒരു കരുതൽ ആവശ്യമാണ്. പൊക്കത്തിൽ കയറുന്നവർക്ക്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. ജാതകം നോക്കുന്നതിന് വിവാഹ തടസ്സമായാലും കണ്ടകശനി ദോഷങ്ങളായാലും ജാതകാൽ കൂടി നല്ല സമയമാണെങ്കിൽ കണ്ടകശനി ഒന്നും അതുപോലെ അത്ര ദോഷം ബാധിക്കുകയില്ല. അത് ജാതകം നോക്കി മനസ്സിലാക്കണം. കൂടുതൽ ജാതകാൽ ദോഷങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കി പുതിയ സംരംഭങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. വിവാഹ കാര്യങ്ങളും ഒക്കെ അറിയുന്നതിനും ജോലി തടസ്സങ്ങളൊക്കെ
നോക്കുന്നതിനുമൊക്കെ ജാതകം നോക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.